ഏതാന്നറിയാമോ? വെള്ള ചോറൂണിന് മേടിച്ചത്, വെറുതെ മേടിച്ച് 80 രൂപയുടെ 80 100ന്റെ സാധനമാണ് ഞാൻ ഇതിനെ കളയുന്ന. ഇപ്പൊ ദിവസമായിട്ട് ചീത്തയായില്ലല്ലേ? പക്ഷെ മണം പോയി, വേറൊരു മണമായി. ആദ്യം തന്നെ മോളുടെ ചോറൂണ് മുടങ്ങിപ്പോയത് കൊണ്ട് ഇനി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇനി ഗുരുവായൂരും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി ബാക്കി എവിടെ ആയാലും കൊടുക്കുന്നുള്ളൂ. അമ്മയ്ക്കായത് പാന്റ്. അമ്മ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ഡ്രസ്സായിട്ട് ഇത് അമ്മ വാങ്ങിച്ചല്ല, അമ്മ വാങ്ങിച്ചു കൊടുത്തു കിട്ടിയാട്ടോ. അപ്പോൾ അവരിങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ നാട്ടിലോട്ട് പോയത്, മോളുടെ ചോറൂണും മാതിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ നാട്ടിലായതുകൊണ്ട് അവർ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ അമ്മ പോയപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ ഡ്രസ്സ് കൊടുത്തു വിട്ടു കേട്ടോ. അങ്ങനത്തെ ഉച്ചക്കലത്തെ ഫുഡെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാമ്പാറും മുരിങ്ങയില തോരനും പിന്നെ മറ്റേ അപ്പളം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിനുള്ളത് കടുവറുത്തൊക്കെ അമ്മ ഒഴിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഓടിപ്പോയി കുഞ്ഞിൻ്റെ ഡ്രസ്സ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ, കഴുകിയിടാൻ വേണ്ടിയിട്ട്. നല്ല വെയിലും അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഡ്രസ്സെല്ലാം കഴുകിയങ്ങി ഇട്ടു. ഇട്ടുന്ന ഡ്രസ്സും പിന്നെ ഇടാത്ത ഡ്രസ്സാണ് കേട്ടോ ഈ കഴുകിയിടുന്നതെല്ലാം. അവൾക്കിപ്പോൾ പാകമായി വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ മോളുടെ പുതിയ ഡ്രസ്സുകൾക്ക് അവൾക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതാ വന്നപ്പോഴത്തേക്ക് അമ്മ ചോറ് എടുത്തു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറ് കഴിച്ചു. മോൾ ഇവിടെ ചെറിയ നിർബന്ധം കൊണ്ട് കരയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു നിങ്ങൾ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറേ ഡ്രസ്സൊക്കെ വാരി കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന ഡ്രസ്സുകളൊക്കെ അമ്മയൊക്കെ ഇനിയിപ്പോൾ മലപ്പുറത്തോട്ട് പോകട്ടോ. ചിറ്റപ്പൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെയാണ്. അപ്പോൾ ആ ചടങ്ങിന് പോകുമ്പം അവിടുന്ന് കുറച്ച് ഡ്രസ്സ് അങ്ങ് കൊണ്ടുവന്നുണ്ട്, ചിലപ്പോൾ അതുവഴിയായിരിക്കും പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ പോയതിന് ശേഷം ഞാനും മോളും കുഞ്ഞനും കൂടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നേ. മോളുടെ ഈ ഫോട്ടോ അവൾക്ക് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആളിങ്ങനെ ചിരിച്ചിട്ടേ ഇരിക്കും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം തന്നെ പാല് കുറച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കിന്ന് ബൂസ്റ്റൊക്കെ ഇട്ട് എടുക്കാമെന്ന് കരുതി. ചായ കുടിക്കാൻ മൂടില്ല, അതുകൊണ്ട് പിന്നെ ബൂസ്റ്റാക്കി എടുക്കാമെന്ന് കരുതി. ആ ഒരു അടുപ്പത്തോട്ട് തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ളതും കൂടെ മാവ് ഒഴിച്ച് അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടെ, നമുക്ക് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം എന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇടത്ത് കണ്ടില്ലേ, പാത്തുമ്മയാണോ? അയ്യോ പാവത്തിന് ചിരിയൊക്കെ തുണിയിട്ടൊക്കെ കൊള്ളാടി അവിടെ പൊന്ന്. കുഞ്ഞിനാണെങ്കിൽ നേരത്തെ ഇതുള്ള പരിപാടികൾ ചെയ്യുന്ന എൻ്റെ തലയിലായിരുന്നു കേട്ടോ. കൈലിയൊക്കെ മടക്കി കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം മോള് വന്നതിന് ശേഷം മോളുടെ തലയിലോട്ടാണ് ഓരോ തുണികൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോയി കഴിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.